വളരെ കുറുക്കു വഴിയിലൂടെ എളുപ്പം കാര്യങ്ങൾ നേടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പലപ്പോഴും ആൾക്കാർ ഈ അന്ധവിശ്വാസത്തിലേക്കും ആഭിചാര ക്രിയകളിലേക്കും മുറുകെ പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. എത്ര പെട്ടെന്നാണ് ഒരു തേർഡ് പാർട്ടി മറ്റൊരാളെ അവരെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുന്നത്? ഈസിയറാണ്. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന ആഭിചാരവും അല്ലെങ്കിൽ അന്ധവിശ്വാസവും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോകുമ്പോൾ സ്റ്റിഗ്മ ഒരു വലിയ റീസണാണ്. സമൂഹത്തിൽ ഭയന്നാണോ ജീവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഭയം നല്ല ജീവിക്കേണ്ടത്. പക്ഷേ ഒരു സെക്യൂരിറ്റി സെൻസ് ഒരു മനുഷ്യന് കൊടുക്കുന്നതിൽ ലോ ആൻഡ് ഓർഡറിന് വലിയ പങ്കുണ്ട്. എന്താണ് എൻ്റെ കുട്ടിക്ക് വേണ്ടത്? നല്ല സ്കൂളോ, നല്ല പുസ്തകങ്ങളോ, നല്ല ഉടുപ്പുകളോ, അവർ ചോദിക്കുന്ന മൊബൈലോ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണോ പാരൻറ്റിങ്? പലരും വന്നു പോകുന്നതൊക്കെ ഉണ്ട്. എന്താണ് അവിടെ സംഭവം നമുക്കറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ലാഘവത്തോട് കളയുകയാണ് ചെയ്യുന്നത്. നമസ്കാരം. ദുരൂഹത നിറഞ്ഞ മരണങ്ങൾ, വിചിത്ര വഴികളിലൂടെയുള്ള പരലോക സ്വപ്നം, മയക്കുമരുന്ന്, ആഭിചാരക്രിയകൾ, വഴിവിട്ട ലൈംഗിക തൃഷ്ണകൾ, ഒടുവിൽ മരണം. നാട്ടിൽ ഇത്തരത്തിലെ ഒട്ടേറെ സംഭവങ്ങൾ നിരന്തരമായി അരങ്ങുകയറുകയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്കായി ഡോക്ടർ വാണി ദേവി മലയാളി വാർത്തയ്ക്കൊപ്പം ഉണ്ട്. സംസാരിക്കാം. നമസ്കാരം. ഡോക്ടർ, ഞാൻ ആമുഖമായി പറഞ്ഞ ഈ കാര്യങ്ങൾ പതിവില്ലാത്ത വിധം നാട്ടിൽ അരങ്ങേറുകയാണ്. ഇതിനെ ഏതളവിൽ നിയന്ത്രിക്കാം? എന്താകാം ഇതിൻ്റെ മൂലകാരണം? ഡോക്ടർക്ക് ആദ്യമായി മനസ്സിൽ വരുന്ന ചില വിഷയങ്ങൾ പറയാം. ഈ ആഭിചാരക്രിയ, അന്ധവിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് വേണം എന്നുള്ള നിലയിൽ മനുഷ്യൻ്റെ ഇൻസെക്യൂരിറ്റി അത്രയും അധികമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കഠിനാധ്വാനവും കാത്തിരിപ്പും എല്ലാം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് വളരെ കുറുക്കു വഴിയിലൂടെ എളുപ്പം കാര്യങ്ങൾ നേടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പലപ്പോഴും ആൾക്കാർ ഈ അന്ധവിശ്വാസത്തിലേക്കും ആഭിചാര ക്രിയകളിലേക്കും മുറുകെ പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പല മാനസിക പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ഡിസോർഡറുള്ള ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോൾ പോലും ഇവരൊക്കെ ക്ലിനിക്കിലേക്ക് എത്തുന്നത് വളരെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. പലപ്പോഴും പറയുന്നത്, ഇത്രയും വ്യത്യാസങ്ങൾ ഈ കുട്ടിയുടെ ബിഹേവിയറിൽ കണ്ടു, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവരെ ഒരു ഡോക്ടറെ കണ്ടുവന്നോ, ചിലപ്പോൾ പെട്ടെന്ന് വയലൻ്റായ ഒരു കുട്ടി അതുവരെ ഒന്നും ഒരു പ്രോബ്ലവും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വയലൻ്റ് ആവുന്നു, സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് കാണുമ്പോൾ പോലും എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കേൾക്കാറുള്ളത് ഓതാൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ പൂജ ചെയ്തു, ചരട് ജപിച്ച് കെട്ടി, ഇന്ന ആളെ കാണിച്ചു, അത് അവരിത് ചെറുതിലേ ഉണ്ടാകുന്ന ബാലാരിഷ്ടതകളാണ്, അത് 12 വയസ്സ് കഴിയുമ്പോൾ മാറിക്കോളും എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ക്ലിനിക്കിൽ. അപ്പോൾ 12 കഴിഞ്ഞു, 14 വയസ്സ് കഴിഞ്ഞിട്ടും ഈ അടുത്ത കാലത്ത് പോലും 14 വയസ്സായിട്ടും ഈ ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരാതിരുന്നപ്പോഴാണ് ഇത് ബാലാരിഷ്ടതയല്ല എന്നവർ മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ അസസ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് ആ കുട്ടിക്ക് IQ കുറവാണ്. എത്രയോ നല്ല വർഷങ്ങൾ ആ കുട്ടിയെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റിയിരുന്ന അത്രയും വർഷങ്ങളും ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രായം കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് ലിമിറ്റേഷൻസും ഉണ്ടാവും, ഡിപ്പെൻഡിങ് ഓൺ ദ ചൈൽഡ്. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന ആഭിചാരവും അല്ലെങ്കിൽ അന്ധവിശ്വാസവും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോകുമ്പോൾ സ്റ്റിഗ്മ ഒരു വലിയ റീസണാണ്. ഞാൻ ഇന്ന ആളെ കാണാൻ പോയി, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടു, ചികിത്സ തേടുന്നു എന്ന് പറയുമ്പോൾ അതെന്തോ അത്ര നല്ല കാര്യമല്ല, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും നമുക്കൊരു ചികിത്സയ്ക്ക് പോകുമ്പോൾ. അതിനേക്കാൾ കുറച്ചും കൂടി ഈസിയറാണ് ഈ പറയുന്ന കാര്യം. പിന്നെ ഇതിനെപ്പോഴും ഒരു രഹസ്യ സ്വഭാവമുണ്ട് താനും. എവിടെയോ മനുഷ്യൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട്. പണ്ട് നമ്മൾ കുട്ടിച്ചാത്തൻ സേവാന്നും മറുതെ പൂജിക്കലെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കുഞ്ഞുനാളിൽ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അന്നൊന്നും
വർഷങ്ങൾ മുൻപാണ്. എന്നാൽ പോലും അന്ന് ഇത്രയും മനുഷ്യർ ഡെവലപ്ഡ് അല്ല, എഡ്യൂക്കേഷൻ ഇത്രയും കൂടുതൽ ആൾക്കാർക്കില്ല എന്ന്, സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നതായിട്ട്, വളരെ വിപുലമായി ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു നരബലിയൊക്കെ നമ്മുടെ നാട്ടിൽ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നതായിട്ടോ ഞങ്ങളാരും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പം മനുഷ്യർ അതിലേക്ക് പോകുന്നു. മനുഷ്യൻ്റെ ചിന്താരീതിയിൽ വ്യത്യാസങ്ങൾ വരുന്നു. അതിനകത്ത് ഒന്നൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, രണ്ട് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിൽ എന്ത് സംഭവിക്കുന്നു, സമൂഹത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ എങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെടുന്നത്, ആരെ ഭയക്കണം, സമൂഹത്തിൽ ഭയന്നാണോ ജീവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഭയം നല്ല ജീവിക്കേണ്ടത്. പക്ഷേ ഒരു സെക്യൂരിറ്റി സെൻസ് ഒരു മനുഷ്യന് കൊടുക്കുന്നതിൽ ലോ ആൻഡ് ഓർഡറിന് വലിയ പങ്കുണ്ട്. അതിവിടെ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നില്ല കുറേ കാലങ്ങളായിട്ട്. ഏത് കേസാണ് ഇതുപോലെ നമ്മൾ കാണുന്ന കൊലപാതകങ്ങളോ ഇതൊക്കെ മന്ത്രവാദമൊക്കെ ഇതിൻ്റെ പുറകിൽ പറയുന്നുണ്ടെങ്കിലും ഫൈനലി ഇതിനകത്ത് സംഭവിക്കുന്നത് ഒരു മനുഷ്യ ജീവൻ എടുക്കുക എന്ന് പറയുന്ന ഒരു കൊലപാതകം തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ, ഒരു കൊലപാതകം നടന്നാൽ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ എത്രയോ കേസുകൾ കാണുന്നു. ഇത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് വളരെ സട്ടിലായിട്ട് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറച്ച് പൈസയും ആൾബലവും ഉണ്ടെങ്കിൽ ഊരിപ്പോരാൻ പറ്റും. അതുകൊണ്ട് മൃഗങ്ങൾ സാധാരണ ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്, ഇല്ലെങ്കിൽ അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു മൃഗീയമായ പെരുമാറ്റം മനുഷ്യനിൽ വന്നു എന്ന് പറഞ്ഞിട്ട് മൃഗങ്ങളെയും കൂടി താഴ്ത്തി കാണുന്നതിന് പകരം മനുഷ്യൻ്റെ ദുഷ്ടവിചാരങ്ങൾ പുറത്തേക്ക് വരുന്നു. അവനൊരു റാഷണൽ തിങ്കിങ് ഇല്ലാതെ വളരെ ഇമ്പൾസീവായിട്ട്, വളരെ ക്രൂരമായിട്ട് ആരെയും എന്തും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അവനവൻ്റെ കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ആരെയും എന്തിലേക്കും നയിക്കുക എന്നുള്ള വിധത്തിലേക്ക് മനുഷ്യൻ്റെ ചിന്തകൾ മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വലിയ തോതിൽ വിദ്യാഭ്യാസമുള്ള, സാമ്പത്തിക സുരക്ഷിതത്വമുള്ള, സെക്യൂറായിട്ടുള്ളൊരു ലൈഫിനിടയിലാണ് പല ആൾക്കാരും ഇതിലേക്ക് ചെന്നപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് സാമ്പത്തിക അവസ്ഥയും മറ്റു കാര്യങ്ങളുമായി, അത് അത്തരത്തിലുള്ള അവസ്ഥ ഇല്ലാത്തതുമായി ഈ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ആൾക്കാരാണ് ഇതിൽ പെട്ടെന്ന് ചെന്ന് പെടുന്നത്. അവിടെ അതിൻ്റെ വ്യത്യാസം ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ കാണുന്ന പല കേസുകൾ കാണുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. നമ്മൾ സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അവർക്കിത് എന്തിൻ്റെ ആവശ്യമായിരുന്നു എന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന ലെവലിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു നിലയിൽ കാണുന്നത്. മേ ബി അവരുടെ ആക്സസിബിലിറ്റി കൂടുതലായിരിക്കാം. ഇതുപോലുള്ള ഇൻഫർമേഷൻ അവർക്ക് ഈസിയറായിട്ട്, എഡ്യൂക്കേഷൻ കൂടുന്തോറും ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യത കൂടും. ഈ ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം നല്ലതായിക്കൊള്ളണം എന്നോ ഒരു ഗുണമുള്ളതായിക്കൊള്ളണം എന്നോ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മുടെ ഒരു വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിൽക്കുന്ന വിദ്യാഭ്യാസത്തിന് വിവേകവുമായി എന്താണ് ബന്ധം? വിദ്യാഭ്യാസത്തിന് നമുക്ക് വിവേകവുമായി ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് മനുഷ്യൻ്റെ തോട്ട് പ്രോസസ്സിൽ നിന്നും അവൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സാധനമാണ്. ഇന്നത്തെ കുട്ടികളെ നമ്മൾ നോക്കിയാൽ അവർക്ക് എന്ത് എക്സ്പോഷറാണുള്ളത്? വീട്, സ്കൂള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അവർ പഠിക്കുന്നു എന്നുള്ളതല്ലാതെ പഠനമാണ് എല്ലാം കോമ്പറ്റീഷനാണ്, മത്സര ബുദ്ധിയോടെയാണ് കാണുന്നത്. അല്ല, ഇത് ഈ സ്നേഹം ഇപ്പോൾ മാതാപിതാക്കൾ വിലപിക്കുകയാണ്, പൊതുസമൂഹം അന്താളിച്ച് നിൽക്കുകയാണ്, കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് നാളതുവരെ വളർത്തിയ അല്ലെങ്കിൽ വളർന്ന കുട്ടിക്കും മാതാപിതാക്കൾക്കും തമ്മിലില്ലാത്തൊരവസ്ഥാവിശേഷം പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഈ മരണത്തിന് ഒടുവിൽ തന്നെ അരുണാചൽ പ്രദേശിൽ മരിച്ച ആ യുവതി, ആ രണ്ടുപേര് വളരെ പെട്ടെന്നായിരുന്നു അവരെ മാറ്റിയെടുത്തതെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സ്നേഹം എന്ന് പറയുന്നൊരു ഘടകം ഇതിനകത്തില്ലേ? തീർച്ചയായിട്ടും സ്നേഹം എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള സാധനമാണ്. സ്നേഹവും സോഷ്യൽ അക്സെപ്റ്റൻസ് എന്നും പറയുന്ന കാര്യം ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിക്കും ആവശ്യമുള്ളൊരു സാധനമാണ്. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഇവിടെ എങ്ങനെയാണ് നമുക്കൊരാളോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ കാണിക്കുന്നത്? അവർക്ക് വേണ്ട എല്ലാം, ഇതിപ്പോൾ അമ്മമാരും അല്ലെങ്കിൽ മാതാപിതാക്കൾ എല്ലാവരും തന്നെ പറയുന്നത് ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, പിന്നെ എന്താണ് അവർക്ക് പ്രശ്നം എന്ന് ചോദിക്കും. എന്താണ് എൻ്റെ കുട്ടിക്ക് വേണ്ടത്? നല്ല സ്കൂളോ, നല്ല പുസ്തകങ്ങളോ, നല്ല ഉടുപ്പുകളോ, അവർ ചോദിക്കുന്ന മൊബൈലോ,
ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണോ പാരൻറ്റിങ്? ഇതിനകത്തൊരു ഇമോഷണൽ തലമുണ്ട്, ഒരു വൈകാരിക തലമുണ്ട്. ഈ വൈകാരികമായ ഒരു കണക്ഷൻ ഒരു വ്യക്തിയുമായി നമ്മൾ സ്ഥാപിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ സമയം അവർക്ക് വേണ്ടി നീക്കി വയ്ക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ വികാരങ്ങൾ അവരിലേക്ക് എങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. പല കുടുംബങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്നത് അവരുടെ പഠനത്തിനെക്കുറിച്ചോ ഈ മത്സരബുദ്ധികളെക്കുറിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ചെയ്ത തെറ്റുകൾ പറയുന്നതിന് വേണ്ടിയിട്ടോ ശകാരിക്കുന്നതിന് വേണ്ടിയിട്ടോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ നമ്മൾ ധാരാളം കുടുംബങ്ങളിൽ കാണാറുണ്ട്. ഇത് പ്രായം പിന്നെ ഒരു 20-ന് ശേഷമുള്ള ആൾക്കാരിലൊക്കെ ഇത് വളരെ അവരങ്ങനെ തന്നെയാണ് വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഇവർക്ക് അറ്റാച്ച്മെൻറ്റ്സ് ഇല്ല, ഒരു സ്ഥലത്തും അറ്റാച്ച്മെൻ്റ് ഇല്ല. സെൽഫ് ഓറിയൻറ്റഡ് ആണ്, സെൽഫിഷായിട്ട് എന്നുള്ള നിലയിൽ നമുക്ക് പറയേണ്ടി വരും. താൻ മാത്രം ഒരു മുട്ടായി കൊണ്ടുവന്ന് പോലും ഷെയർ ചെയ്ത് കഴിച്ചിട്ടില്ലാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന മാതാപിതാക്കളെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഇത് ഇന്ന കുട്ടിക്ക്, ഇത് ഇന്നയാൾക്ക് എന്ന് പറഞ്ഞ് ഇവർ തന്നെ പങ്കുവെച്ചാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു മുട്ടായി പോലും കൊണ്ടുവന്ന് നിങ്ങൾ രണ്ടുപേരൂടെ ഇത് ഷെയർ ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഇപ്പം എന്തിനു വേണ്ടി ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം, എന്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കണം, എന്തിനു വേണ്ടി ഞാൻ വേറൊരാളെ സ്നേഹിക്കണം, എനിക്ക് സ്നേഹം കിട്ടണം. എത്ര പെട്ടെന്നാണ് ഒരു തേർഡ് പാർട്ടി മറ്റൊരാളെ അവരെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈസിയറാണ്. നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മൾ സാധാരണ കൗമാരക്കാരന് അല്ലെങ്കിൽ അതിന് മുതിർന്ന ആൾക്കാരിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇൻസ്റ്റാഗ്രാം പോലെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കാൻ വളരെ ഈസിയാണ്. ഒന്ന്, നമുക്ക് മുഖത്ത് നോക്കിയാണ് പല കാര്യങ്ങളും പറയാൻ ബുദ്ധിമുട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഇമോജി മതി. ഈ പറഞ്ഞ വീടുകളിൽ, കൗമാരക്കാരായ കുട്ടികളുള്ള വീടുകളിൽ അമ്മമാരും അച്ഛന്മാരും ബാക്കിയുള്ളവരും കുട്ടികളെ കുറ്റപ്പെടുത്തലുകളും വഴക്കും പഠനവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ മത്സരബുദ്ധിയോടെയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് പൊടുന്നനെ ഇവർക്കൊരു മെസ്സേജ് കിട്ടുകയാണ്, മോളെ നീ കഴിച്ചോ? 2 ദിവസം വർത്തമാനം പറഞ്ഞ് ഹായ് ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ചോദ്യം നീ ഭക്ഷണം കഴിച്ചോ, സമയം ഇത്രയായല്ലോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കുട്ടിയുടെ മനസ്സിൽ തോന്നുന്നത് എന്നോട് അത്രയും കെയർ ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ അത് ചോദിച്ചത്. ഈ കുട്ടിയോട് അതാരും ചോദിക്കുന്നില്ല. അല്ല, അതൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്നാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ 2 ഡോക്ടർമാർ എന്തിൻ്റെ പേരിലായാലും അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം പ്രണയമാണെന്ന് പറയും. എന്നാൽ പെട്ടെന്ന് ഒക്കെ ചുറ്റി നിൽക്കുന്നവരെ ഒക്കെ വിഷമിപ്പിച്ചുകൊണ്ട് പെട്ടെന്നൊരു ദിവസം അവർ കടന്നു പോകാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ആത്മഹത്യ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കാരണങ്ങൾ കാണുന്നതാണ്. പ്രണയം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, അതുപോലെയുള്ള അല്ലെങ്കിൽ പ്രണയ പരാജയം, വിദ്യാഭ്യാസത്തിലെ തോൽവി, ജോലി കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കാരണം, അതായത് ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ട്രിഗറിങ് ഫാക്ടറാണ് അതെന്ന് പറയുന്നത്. പക്ഷെ ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു ബിഹേവിയറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അവൻ്റെ തലച്ചോറിൽ നിന്നാണ്. ഇതിനകത്ത് നമ്മുടെ ബ്രെയിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് വളരെ വലിയ പങ്കുണ്ട്. നമുക്ക് കൃത്യമായ റെഡ് സിഗ്നൽസ്, റെഡ് ഫ്ലാഗ്സ് കിട്ടുന്നുണ്ടാവും. ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ള മാനസിക പ്രശ്നങ്ങളാണ്. ഇതിനെ നമുക്ക് കൃത്യമായി ടാക്കിൾ ചെയ്യാൻ പറ്റുകയും അവിടെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഡിപ്രഷൻ പോലെയുള്ള മറ്റ് മാനസിക പ്രശ്നങ്ങളെ പരിഹാരത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ മെഡിക്കേഷൻസും മറ്റ് തെറപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസും കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ആത്മഹത്യകളെ തടയാൻ കഴിയും. ഈ മയക്കുമരുന്നിനും അമിതമായ ലൈംഗിക താല്പര്യങ്ങൾക്കും ഒക്കെ ഇതിനകത്ത് സ്ഥാനമുണ്ടോ? മരണത്തിലേക്ക് നയിക്കുന്നതിനാണോ? അല്ല, ഇത്തരത്തിലുള്ള ഈ ആഭിചാര ക്രിയകൾ ഇതൊക്കെ ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു ഘടകങ്ങളായി മാറുന്നുണ്ടോ ഇതിനകത്ത്? ഏതെങ്കിലും ഒരു ഘടകം ഉണ്ടാകേണ്ട ഇതിനകത്ത്? ഒന്നിപ്പോൾ ഇതിൽ നമ്മൾ അറിയുന്നത് അമിതമായി പുത്തൻ ലോകത്തെ മയക്കുമരുന്ന് ഉപയോഗം പണ്ടത്തെ ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം. അത് പെട്ടെന്ന് ഈസിയായിട്ട് അവൈലബിൾ ആകുന്നു. പെട്ടെന്ന് ആ ഗ്രൂപ്പുകളിലേക്ക് ആൾക്കാർ പോകുന്നു. പിന്നെ സ്വാതന്ത്ര്യബോധം, അതിന് കടന്നൊരു സ്വാതന്ത്ര്യബോധം, ഞാൻ
എന്ന് പറയുന്ന ഒരു അവസ്ഥ, എനിക്ക് ചുറ്റും നിൽക്കുന്ന എൻ്റേതായ ഒരു അവകാശങ്ങൾ, ഇതൊക്കെ ഞാൻ എങ്ങനെ വേണം ജീവിക്കാം എന്നൊക്കെ പറയുന്ന തലമുറ, അതൊക്കെ അങ്ങനെ ആകാം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ എനിക്ക് ഏത് തരത്തിലും ജീവിക്കാം എന്ന് പറയുന്ന ഒരവസ്ഥ, ആ കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന മുതലെടുപ്പുകളും പറ്റും, ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എങ്ങനെ സ്വാതന്ത്ര്യം? അല്ല, ഇതെല്ലാം ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് വളരെ ദീർഘമായി സംസാരിക്കുകയും വളരെ സ്ട്രോങ് ആയി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന് എതിരൊന്നുമല്ല ഞാൻ. പക്ഷേ സ്ത്രീകളായാലും കുട്ടികളായാലും മനുഷ്യനായാലും ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ അവകാശം എന്ന് പറയുന്നതിനോടൊപ്പം മനുഷ്യനും തലയിലേക്ക് കൊടുക്കേണ്ടുന്ന വേറൊരു കാര്യമുണ്ട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. ഈ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായും മറന്നു വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ അവകാശങ്ങളെയും നമ്മുടെ റൈറ്റ്സിനെ കുറിച്ചും നമ്മുടെ ഫ്രീഡത്തിനെ കുറിച്ചും വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത്. ഈ ഫ്രീഡം നമുക്ക് എത്ര വേണമെങ്കിലും എൻജോയ് ചെയ്യാം, നമ്മുടെ റൈറ്റ്സ് നമുക്ക് അവകാശം നിങ്ങൾ പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയതിന് ശേഷമായിരിക്കണം. നമുക്ക് ലീവ് എടുക്കാൻ അവകാശമുണ്ട് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് നമ്മുടെ ജോലി ചെയ്യാതെ ലീവ് എടുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ലാതെയുള്ള ദിവസങ്ങളിൽ അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റിയതിന് ശേഷം നിങ്ങളുടെ അവകാശപ്പെട്ട ലീവ് നിങ്ങൾക്ക് ചോദിക്കാം. തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും എന്നുള്ള ഒരു പ്രവണത കൊണ്ട് നടക്കുകയും ലീവ് ചോദിക്കുമ്പോൾ എൻ്റെ അവകാശപ്പെട്ട ലീവ് എനിക്ക് നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ കൊടിയെടുത്തിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് മനുഷ്യർ പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി സെൻസ് ഇല്ലായ്മയാണ്. എത്തിക്സ് എന്താണെന്ന് അറിയായ്മയാണ്. സമൂഹത്തിനൊരു എത്തിക്സ് ഉണ്ട്. നമുക്കൊരാളെ ചുംബിക്കാം, പക്ഷെ അത് പരസ്യമായി വേണോ രഹസ്യമായി വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അവനവൻ്റെ മൊറാലിറ്റിയും എത്തിക്സിനെയും ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. അതെൻ്റെ ഫ്രീഡമാണ്, എനിക്ക് അയാൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ അതെന്തുകൊണ്ടായിക്കൂടാ എന്ന് ചോദിക്കുന്ന അതേ ഇഷ്യൂ തന്നെയാണ് ഇതുപോലെയുള്ള എല്ലാ കാര്യത്തിലുമുള്ളത്. ഒരാൾ മയക്കുമരുന്ന് ഓഫർ ചെയ്യുന്നു, വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. എന്തുകൊണ്ട് ഇതിലേക്ക് വൾനറബിലിറ്റി, അവിടെയും ന്യൂറോളജി ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു വ്യക്തി ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടണമെങ്കിൽ അയാൾ അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിന് പല ഘടകങ്ങളുണ്ട്. ഈ പറയുന്ന ജനറ്റിക് ഫാക്ടേഴ്സൊക്കെ ഉള്ള കുടുംബത്തിൽ ഒരുപാട് പേര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനറ്റിക് ട്രെൻഡൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ അങ്ങനെ ഒന്നുമില്ലാത്തൊരു മനുഷ്യനും ഇത് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഈ ലോ ആൻഡ് ഓർഡറിനകത്ത് ഇതിനകത്ത് ഈ വിഷയത്തിൽ ഒരുപാട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള അതിനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അത് എത്രമാത്രം കാര്യക്ഷമത ആക്കണം എന്നുള്ള കാര്യം നമുക്ക് ഈ പറയുന്ന എന്താണ് ഈ സൂപ്പർസ്റ്റീഷ്യസ് ഇതുപോലുള്ള സാധനങ്ങളെ നിരോധിക്കുന്ന ഒരു ആക്ട് ഒക്കെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെനിക്കൊന്ന് ബില്ലായിട്ട് തന്നെ നിൽക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു, ആക്റ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിയമങ്ങളില്ല എന്നുള്ളതല്ല പ്രശ്നം, അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിയമവശം മാത്രമല്ല സാമൂഹിക വശമുണ്ട് ഇതിന്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു വീട് അടഞ്ഞു കിടക്കുന്നു, കാലങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. എന്താണ് അതിനകത്ത് സംഭവിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ആരും തന്നെ അന്വേഷിക്കാറില്ല. അത് കുറേ നാളായി അടഞ്ഞു കിടക്കുന്നു, പലരും വന്നു പോകുന്നതൊക്കെ ഉണ്ട്, എന്താണ് അവിടെ സംഭവം നമുക്കറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ലാഘവത്തോട് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചൂട് പിടിക്കുന്നത്? അവിടെ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായോ, ഒരു മരണം നടക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ അവിടെ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് പറയുമോ അല്ലെങ്കിൽ പെൺവാണിഭം നടത്തിയെന്ന് പറയുമോ എന്ന് പറഞ്ഞ് ദ സോ കോൾഡ് സെൻസേഷണൽ സംഭവം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈ വീട് പണ്ടേ ഇങ്ങനെ ഒരു പ്രശ്നമായിരുന്നു, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അവിടെ ഇത് കണ്ടിട്ടുണ്ട്, അവിടെ അത് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ പലരും വരും. ഇനി ഇതിലാരെങ്കിലും ഒരാൾ, അയൽവാസികളോ മറ്റാൾക്കാരോ ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നിരിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പറയുന്നു, എന്ത് റെസ്പോൺസാണ് നമുക്ക് കിട്ടുക? അപ്പോൾ പിന്നെ എങ്ങനെ സമൂഹ റെസ്പോൺസിബിലിറ്റി എടുക്കും? അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ലോ ആൻഡ് ഓർഡർ ഫ്രം ദ ബേസ്. പോലീസുകാർക്ക് എന്താണ് അവരുടെ ഒരു പോലീസുകാരൻ എടുക്കുന്ന പ്രതിജ്ഞ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവനവൻ്റെ ഇതിനകത്ത് വരുന്ന ജുറിസ്ഡിക്ഷൻസിനകത്ത് വരുന്ന വ്യക്തികളുടെ
ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് എങ്ങനെ കൊടുക്കും എന്നുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ഈ നെഗറ്റീവ് എനർജിയെ ഇതിൽ വിശ്വസിക്കുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്നത് ദൈവം ഉണ്ടെങ്കിൽ സാത്താനുണ്ട് എന്ന് പറയുന്നൊരു അവസ്ഥ പോലെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. ചിലർക്ക് നെഗറ്റീവിനോട് ആയിരിക്കാം കുറച്ച് കൂടുതൽ താല്പര്യം. അപ്പോൾ അത്തരത്തിലൊരു സംഘമാണ് ഇവിടെ ഒരു കൂടുതലായിട്ട് വളർന്നു വരുന്നത്. വളർന്നു വന്നോട്ടെ, അത് സമൂഹത്തിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ ഒരു രീതി ചിന്ത മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മുച്ചൂട് നശിപ്പിക്കുകയാണ്, മറ്റുള്ള ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കുകയാണ്. അതിനാണ് ഞാൻ കാണുന്ന ഒരു സാമൂഹ്യ വിപത്തായി ഇത് മാറുന്നത്. അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടിയൊക്കെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും കൂടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ? ഈ പറയുന്ന ഇതിനകത്ത് ഇപ്പോൾ ഇതിൽ പല കാര്യങ്ങളും, ഈ ആഭിചാരം എന്ന് പറഞ്ഞ് ചെയ്യുന്നതിൽ പല കാര്യങ്ങളും വളരെ ക്രൂവലായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ക്രൂവൽറ്റിയിലേക്ക് സാധാരണ ഒരു മനുഷ്യന് അത്ര ഈസി ആയിട്ട് പോകാൻ പറ്റില്ല. അവനവൻ്റെ സ്വന്തം കൈ കീറി മുറിക്കുക, ബ്ലഡ് വരുന്ന കാണുക, ഈ ബ്ലഡ് കൊണ്ട് സാത്താൻ്റെ പേര് എഴുതി വയ്ക്കുക, ഡെവിൾ വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇരുട്ട് മുറിക്കകത്ത് മെഴുകുതിരിയും കത്തിച്ചിരുന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ബ്ലഡ് കുടിക്കുക, ബ്ലഡ് കൊടുക്കുന്നു എന്ന് പറയുക. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊരു നോർമൽ തലത്തിൽ സാധാരണ ലെവലിൽ ചിന്തിക്കുന്ന ഒരു സാധാരണ നോർമൽ വ്യക്തിയെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല, ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. സോ ഇതൊരു ട്രാൻസിൽ നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ ട്രാൻസിലേക്ക് എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റും? ഈ ട്രാൻസിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ഈ പറയുന്ന മയക്കുമരുന്നുകളും സാധനങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസിയറാണ്. അവിടെയാണ് ഇതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നത് അങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മൾ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നത് ഈ പറയുന്ന ഈ ആഭിചാര ക്രിയകളിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് ആകൃഷ്ടരാവുന്നത് കുറച്ചൊരു സബ്മിസീവായിട്ടുള്ള അവരുടെ സ്കിൽസിൽ അവർക്ക് തന്നെ വിശ്വാസമില്ലാത്ത അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അച്ചീവ് ചെയ്യണം, അവർക്ക് എന്തൊക്കെയൊക്കെയോ അച്ചീവ് ചെയ്യണം. ഈ അച്ചീവ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് അവർ നോക്കുന്നത്. അങ്ങനെ എളുപ്പമുള്ള മാർഗ്ഗം നോക്കുമ്പോൾ എന്നാൽ അവർക്ക് പറ്റുന്ന കാര്യങ്ങളല്ല, ഈ പറയുന്ന ഫിസിക്കൽ ഹാമും ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറൊരാൾ ചെയ്ത് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, നീ ഇത് കുടിക്കുക, അല്ലെങ്കിൽ നീ ഇത് കഴിക്കുക, നീ ഇത് ചെയ്യുക, ഇത് ചെയ്ത് കഴിയുമ്പോൾ നിനക്കിത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമ്മൾ ചെയ്താലേ ഈ പറയുന്ന സാത്താനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നിൻ്റെ ഈ കാര്യം സാധിച്ചു കിട്ടുള്ളൂ എന്നൊക്കെയുള്ള നിലയിലാണ് ആൾക്കാരെ പെർസ്വേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായും പെട്ടെന്നൊന്ന് ഇത് കുറച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? വളരെ ചുരുക്കി. ഒന്ന്, യുക്തിപരമായി ചിന്തിക്കാനുള്ള ബോധം മനുഷ്യരിലുണ്ടാക്കുക. അതൊന്നും ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല, അതൊരു പ്രോസസ്സാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് പോലും വരേണ്ടുന്ന പ്രോസസ്സാണ്. സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുക. നിങ്ങൾ റിലീജിയോസിറ്റി മറ്റു കാര്യങ്ങളും എല്ലാം പറയുന്നത്, അപ്പോൾ ഇനി മതം പഠിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ റിലീജിയൻ പഠിപ്പിക്കാൻ പറ്റുമോ, ദൈവത്തിനെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുമോ? ദൈവത്തിനെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം എന്നാൽ നമുക്ക് സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സ് ഇല്ലാതിരിക്കണം എന്നുള്ളത് പഠിപ്പിക്കാം നമുക്ക്. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ്. ഈ സെൽഫ് ഹാമിങ് ബിഹേവിയർ എന്ന് പറയുന്നത് തന്നെ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല, അതൊരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കുട്ടികളിലേക്ക് കൊടുക്കാൻ പറ്റും, സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഓക്കെ ഇങ്ങനെ ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അത് പ്രേരിപ്പിക്കുന്ന വ്യക്തിക്കും എന്തോ മാനസിക പ്രശ്നമുണ്ട് എന്നൊരു റിയലൈസേഷൻ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വിശ്വാസം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമുക്ക് ഇതുപോലെ സാത്താൻ സേവ ചെയ്തു കഴിഞ്ഞാൽ എന്തോ അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരു ലോകത്ത് നമുക്കൊരു ജീവിതമുണ്ട്, അവിടെ പോയി നമുക്ക് പരമസുഖമായി ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇത് പൊട്ടത്തരമാണ് അല്ലെങ്കിൽ മണ്ടത്തരമാണ്, നിൻ്റെ മരണത്തിലേക്കാണ് ഇത് നയിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇതുപോലെയുള്ള ചർച്ചകളിലൂടെ ഇതുപോലെയുള്ള ചർച്ചകളിലൂടെ, കുടുംബത്തിനകത്ത് നടക്കുന്ന ചർച്ചകളിലൂടെ, കുടുംബത്തിനകത്തുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടുകളിലൂടെ ഇതുപോലൊരു സംഭവം സമൂഹത്തിലുണ്ടാവുമ്പോൾ ഇത് കുട്ടികളുടെ അടുത്തും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റ് വ്യക്തികളുടെ അടുത്തും ഇതുപോലെയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റണം. നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്, യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചർച്ചകളോ കാണുന്നുണ്ട്. എത്ര പേര് ഇത് കുടുംബത്തിനകത്തൊരു ചർച്ചാ വിഷയമാക്കുന്നുണ്ട്? അവരുടെ മറ്റ് കൂട്ടുകാരോട് ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ വരുന്ന തലമുറയിലേക്ക് ഇതെങ്ങനെ കൊടുക്കുന്നുണ്ട്? സ്ട്രെസ്സസ് എങ്ങനെ മാനേജ് ചെയ്യണം? സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ് പലപ്പോഴും ആൾക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യണം? അതൊക്കെ കുറച്ചും കൂടെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് മനുഷ്യരിലേക്ക് എത്തിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും.
ഓക്കെ, നമസ്കാരം ഡോക്ടർ. കുറച്ചേറെ വിഷയങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. സന്തോഷം. കാണാം.